ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ കളങ്കാവൽ റിലീസിനെത്തുകയാണ്. സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരിക്കുമ്പോൾ പ്രിവ്യൂ ഷോകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ ഇപ്രകാരം തന്നെയാണ്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കാവുന്നതാണ്. ഇവിടെ സിനിമയെക്കുറിച്ചുള്ള ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. സിനിമ റിലീസാകാൻ ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കുന്നു. ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ നിന്നും അതേപോലെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ലഭിച്ച ആ ഒരു റിപ്പോർട്ട് പ്രകാരം സിനിമയ്ക്ക് പോസിറ്റീവാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് വീണ്ടും തിരുത്തി കുറിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു നടൻ്റെ അഭിനയം കാണാൻ വേണ്ടി സിനിമയ്ക്ക് കയറുന്ന ഒരു കാര്യം നമുക്ക് അധികമൊന്നും കാണാൻ കഴിയാത്തതാണ്. എന്താണെങ്കിലും പീക്ക് ലെവൽ പെർഫോമൻസ് കാണാൻ വേണ്ടി ജനങ്ങൾ ഇടിച്ചു കയറുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. അതുതന്നെയാണ് ഇന്ന് നമുക്ക് കാണാനും കഴിയുന്നത്. ഇവിടെ ആദ്യ അഭിപ്രായങ്ങളിൽ നിന്ന് വരുമ്പോൾ സിനിമയ്ക്ക് മികച്ച ഒരു പ്രതികരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം അവസാന 30 മിനിറ്റ് ആളിപ്പടരും എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടിക്കൊപ്പം വിനായകനും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് തന്നെയായിരിക്കും. മമ്മൂട്ടി എന്ന നടനെ കാണാനുണ്ടാവില്ല. ഇതൊക്കെ തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാലും ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സിനിമയുടെ അഭിപ്രായം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്താണെങ്കിലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടിയുടെ പീക്ക് ലെവൽ പെർഫോമൻസ് എന്നുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും. അത് ഉറപ്പിക്കാവുന്നതാണ് 100%. അതിനൊരു ഇൻസൈഡ് റിപ്പോർട്ടോ അല്ലെങ്കിൽ പ്രിവ്യൂ റിപ്പോർട്ടിൻ്റെയോ ആവശ്യമില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം കളങ്കാവൽ പോലെയൊരു പടം മമ്മൂട്ടി ചെയ്യണമെങ്കിൽ അതിന് അമ്മാതിരി ഒരു സംഭവം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. എന്താണെങ്കിലും കിട്ടിയ വിവരങ്ങൾ ശരിയാണെങ്കിൽ അത് ആളിക്കത്തിക്കോളും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്താണേലും ഒരു കാര്യം നമുക്ക് പറയാം, ഇത് മമ്മൂട്ടിയെ വീണ്ടും യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ചിത്രം തന്നെയാണ്. റിലീസിന് മുമ്പേ ഒരു പടത്തിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിൻ്റ് അതിൻ്റെ ഒരു നടൻ്റെ പെർഫോമൻസ് ആവുക എന്നതിന് മുകളിൽ എന്ത് സന്തോഷമാണ് ആ നടന് വേണ്ടത് എന്നുള്ള ഒരു ചോദ്യവും കൂടെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുക കൂടിയാണ്. എന്തായാലും ഡിസംബർ 5 മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു മുത്തായി തന്നെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. കളങ്കാവൽ ആ ഒരു മുത്തായി തിളങ്ങും കാലങ്ങളോളം എന്നുള്ളതിനും സംശയമില്ല. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾക്കുമായി. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അതിൻ്റെ ബാക്കിയുള്ള റിപ്പോർട്ടുകൾ ലഭിക്കും. ഗ്രേറ്റ് മീഡിയാസ്.